ക്രിക്കറ്റിൽ നിന്ന് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് വിരമിച്ചു. ചാമ്പ്യൻസ് ട്രോഫിയിലെ തോൽവിക്ക് പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. 170 ഏകദിന മത്സരങ്ങളിൽ നിന്നും 5800 റൺസ് നേടിയ സ്മിത്ത് 12 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും നേടി. MS ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, സ്റ്റീവൻ സ്മിത്തിന്റെ വിരമിക്കൽ അത് ചാമ്പ്യൻസ് ട്രോഫിയുടെ തിരിച്ചടിയാണോ ഒരു കാരണം? തീർച്ചയായും സുജിത്ത്, ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ പുറത്തായതോടുകൂടിയാണ് സ്റ്റീവൻ സ്മിത്തിന്റെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. അത്യന്തം ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു തരത്തിൽ 35-കാരനായ സ്റ്റീവൻ സ്മിത്ത് 170 മത്സരങ്ങളിൽ നിന്ന് 5800 റൺസ് നേടുമ്പോൾ പോലും, ഓസ്ട്രേലിയ പുറത്താകുമ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും സ്റ്റീവ് സ്മിത്ത് വിരമിക്കുന്നതായ ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. പക്ഷേ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനം സ്റ്റീവ് സ്മിത്ത് എടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ കൊല്ലം 2025 തന്നെയാണ് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ മാർക്കസ് ടോയിനസ് ഏകദിനത്തിൽ നിന്നും വിരമിക്കുന്നത്. ഇങ്ങനെ തുടരുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റീവ് സ്മിത്തും വിരമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ ഇറങ്ങിയത് പോലും പാറ്റ് കമ്മിൻസിന്റെ അഭാവത്തിൽ ആണ് ഇറങ്ങിയത്. ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസിന്റെ അഭാവത്തിൽ സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു ടീമിനെ നയിച്ചിരുന്നത്. പക്ഷേ താൻ പ്രതീക്ഷിച്ചതുപോലെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് സ്റ്റീവ് സ്മിത്ത് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ 2027 ലോകകപ്പ് വരുന്നതിന് മുന്നോടിയായി താൻ വിരമിക്കുമ്പോൾ കൂടുതൽ അവസരങ്ങൾ പുതിയ താരങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ളതാണ്. എന്നാൽ T20 ഫോർമാറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും താൻ തുടരുമെന്നും സ്റ്റീവ് സ്മിത്ത് അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ തന്നെ ഏകദിന ക്രിക്കറ്റിൽ ആദ്യത്തെ 12 സ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി ആദ്യത്തെ 12 സ്ഥാനങ്ങളിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് സ്റ്റീവ് സ്മിത്ത്. ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയുടെ അഭിവാജ്യ ഘടകം എന്ന് തന്നെ പറയാം. ആ നട്ടെല്ലാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ 73 റൺസ് നേടി ഓസ്ട്രേലിയയ്ക്ക് ഒരു ഭേദപ്പെട്ട ടോട്ടൽ എത്തിച്ചതും സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു. അങ്ങനെ പലപ്പോഴായി ടീമിന്റെ രക്ഷകനായി മാറുന്ന സ്റ്റീവ് സ്മിത്താണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓസ്ട്രേലിയൻ ടീമിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം കൊണ്ട് തന്നെ മിച്ചൽ സ്റ്റാർക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ ടീമിൽ നിന്ന് മാറി നിൽക്കുന്നു. പാറ്റ് കമ്മിൻസ് പരിക്ക് മൂലം മാറി നിൽക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട പല താരങ്ങളും ഇല്ലാതെയാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിക്ക് പോലും ഓസ്ട്രേലിയ ഇറങ്ങുന്നത്. പരാജയപ്പെട്ടതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം സ്റ്റീവൻ സ്മിത്ത് ഈ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: 2027 ലോകകപ്പിന് വേണ്ടിയിട്ട് തൻ്റെ ടീംമേറ്റ്സിന് കൂടുതൽ അവസരമൊരുക്കാൻ വേണ്ടിയിട്ടും കൂടി താൻ ടീമിൽ നിന്നും മാറുകയാണെന്നുള്ളതാണ്. എന്നാൽ T20 ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും തൻ്റെ സ്ഥാനം തുടരുമെന്നും പറയുന്നു. വളരെ മികച്ച ഒരു റെക്കോർഡാണ് ഏകദിന ക്രിക്കറ്റിൽ മാത്രമായിട്ട് സ്റ്റീവൻ സ്മിത്തിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു വിരമിക്കലും കൂടി ആകുന്നതോടുകൂടി തന്നെ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളും കൂടി, ഒരു എക്സ്പീരിയൻസ് ക്രിക്കറ്ററും കൂടി നഷ്ടമാവുകയാണ്. മാർക്കസ് ടോയിനസിന് പിന്നാലെ സ്റ്റീവൻ സ്മിത്തിൻ്റെ ഈ വിരമിക്കൽ ക്രിക്കറ്റ് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന രീതിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ. സജിത്ത്. യെസ്.